ഇവിടുത്തെ ഒരു ഫിലാഡൽഫിയയിലൊരു ഫുഡ് സ്ട്രീറ്റാണ്, ഫുഡ് മാർക്കറ്റ് എന്ന് പറയും. സ്റ്റീക്കാണ് ഇപ്പോഴത്തെ ഫേമസ് സ്റ്റീക്കാണ്. അവിടെ വന്നെങ്കിൽ സ്റ്റീക്ക് മാത്രം കഴിക്കുക, വേറെ ഒന്നും കഴിക്കണ്ട, ഒന്നും പോകണില്ല കേട്ടോ. ജസ്റ്റ് മാർക്കറ്റാണ്. മാർക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇന്ത്യയുടെ മാർക്കറ്റ് എല്ലാത്തരം ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യൻസിന് പറ്റിയത് ആ സ്റ്റീക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ചൈനീസും എല്ലാത്തരം ഫുഡ് കിട്ടും. അത് കേക്ക്സും എല്ലാ സാധനം കിട്ടും. കോഫി ഇതുണ്ടോ, ഡോനറ്റ്സ് ആണ്. ഡോനറ്റ്സ് ഉണ്ടാക്കുന്നതായി കാണും കേട്ടോ. ഡോനറ്റ് കുക്കീസ് പലതരത്തിൽ ഉണ്ട്. എല്ലാത്തരം ഫുഡുകൾ നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും ഇവിടെ കിട്ടാറുണ്ട്. ഓരോ ഡിഫറെൻറ്റ് ഷോപ്പാണ് പറയുന്നത്. ഫിഷൊക്കെ നല്ല ഡയറക്റ്റ് ഒന്ന് പിടിച്ച് നമുക്ക് പിടിച്ച് തരിക. ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ജ്യൂസ് ഏതാ വേണ്ട പറഞ്ഞാൽ അപ്പം അടിച്ച് തരും. ഷേക്ക് വേണമെങ്കിൽ ഷേക്ക് തരും. എല്ലാത്തരം സംഭവം. കോഫി ഏതൊക്കെ തരം വേണം അതൊക്കെ ഇവിടെ ഉണ്ട്. കോഫി എപ്പോൾ തന്നെ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കി തരും. കപ്പ് ഏതെല്ലാം ഡെസേർട്ട് വേണം അതൊക്കെ തരും. ഏതെല്ലാം തരം ബ്രെഡ് വേണം, ചെഡാർ ചീസ് വേണം, ചീസ്, എല്ലാം ഇവിടെ എന്താ പപ്പയുണ്ട്. മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. ക്യൂ ആണ് കേട്ടോ, ആളുകൾ ക്യൂ നിൽക്കുകയാണ്. എന്നിട്ട് ഓരോതരം ഡോണറ്റ്സ് ആണ് ഇവിടെ. ഡോണറ്റ്സിന് വേണ്ടി ക്യൂ നിൽക്കുക. പലതരത്തിലുള്ള ബർഗറുകൾ, ഹാംബർഗറുകൾ, സ്റ്റീക്ക് എല്ലാം ഇവിടെ ഉണ്ട്. യു നെയിം ഇറ്റ് ദേ ഗിവ് ഇറ്റ്. നിന്ന് കഴിക്കുന്നവരുണ്ട്, ഇരുന്ന് കഴിക്കുന്നവരുണ്ട്, പിന്നെ നടന്നുകൊണ്ട് കഴിക്കുന്നവരുണ്ട്, പിസ്സയുണ്ട്. ഫിലാഡൽഫിയയിലെ ഫുഡ് സ്ട്രീറ്റിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡ് സ്ട്രീറ്റ് അല്ല, ഒരു വലിയ ഫുഡ് മാൾ എന്ന് പറയാം. മോൾ അതിന് റൂഫുണ്ട്. സ്ട്രീറ്റല്ല, ഒരു സ്ട്രീറ്റ് തന്നെയാണ്. സ്ട്രീറ്റ് മുഴുവൻ ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. ആളുകൾ കഴിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പിസകളുണ്ട്. ഹായ്. ക്യൂ നിന്നിട്ടാണ് ആളുകൾ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇതാണ് ഫിലാഡൽഫിയ. നല്ല തണുപ്പാണ്. പക്ഷേ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ചൂടാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടാണ് കേട്ടോ. കംപ്ലീറ്റ് അടുക്കളകളുള്ളതുകൊണ്ട് ഇവിടെ ഹോട്ടാണ്. ഇതുണ്ടോ, കംപ്ലീറ്റ് ഫുഡിൻ്റെ ഒരു ലോകമാണ്. പക്ഷേ ഈ ഫുഡ് കണ്ടി തിരക്കേണ്ടതൊന്നും നമുക്ക് കഴിക്കാൻ നോക്കരുത്. സ്റ്റീക്ക് കുഴപ്പമില്ല. സീസർ സാലഡ് ഉണ്ട്, പലതരം ചീസുകൾ, പലതരം വലിയ മീറ്റിൻ്റെ നന്നായിട്ട് പൊരിച്ചു വെച്ചിരിക്കുക. മാഷ്ഡ് പൊട്ടറ്റോണ് ഇപ്പോൾ എടുക്കുന്നത്. ഓണം ഇവിടെ സ്വീറ്റ് കോൺ സൂപ്പ് അതുണ്ട്. കണ്ടോ, പലതരത്തിലുള്ള ചിക്കനും വിങ്സും എല്ലാം ഉണ്ട് പൊരിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള മീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുണ്ട്. എടുക്കുക, ഫ്രഷ് ഡക്ക് ഉണ്ട്.
ഇതെല്ലാം തരം മീറ്റ് വേണം, എല്ലാം ഉണ്ട്. കൈ, കാല്, തല, പാല്, ഏത് വേണമെങ്കിലും പൊരിച്ചു വരും. കോഴിയുടെ, ഡക്കിൻ്റെ, പന്നിയുടെ, മുയലിൻ്റെ, ആടിൻ്റെ, പശുവിൻ്റെ എല്ലാം ഉണ്ട്. നല്ല തരത്തിലുണ്ടോ? വെജിറ്റബിൾസ് പറയുന്നത് ഫ്രൂട്ട്സ് അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചീസ്, ഷ്രിംപ് അപ്പം പൊരിച്ചത്, ഫിഷി, ഇവിടെ കപ്പുച്ചി, കോഫി, ഏതെല്ലാം തരത്തിൽ കോഫി വേണം. ജംബോ ഷ്രിംപ് കൂടെ കിട്ടും കേട്ടോ. പിന്നെ ജംബോ ഷ്രിംപ് ഇപ്പം എന്താ പറയുക, ഇത് കുക്കീസാണ്, പലതരത്തിലുള്ള കുക്കീസ് കിട്ടും. ചോക്ലേറ്റ്സ് ഏത് വേണമെങ്കിൽ തരും, പിസ്സ ഏത് വേണമെങ്കിൽ തരും, കുക്കീസ് ഏത് വേണമെങ്കിൽ തരും, ചോക്ലേറ്റ്സ് ഏത് വേണമെങ്കിൽ തരും. യു നെയിം ഇറ്റ് വി ഗിവ് ഇറ്റ്. അതാണ് അവർ പറയുന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ അവസാന വാക്കാണ് ഫിലാഡൽഫിയ. ഇതേപോലൊരു മാർക്കറ്റ് ഞാൻ കണ്ടത് കൊറിയയിലാണ്. കൊറിയയിൽ ഇതേപോലൊരു മാർക്കറ്റ് തന്നെയാണ്. ഇതിനേക്കാളും വലുപ്പമുണ്ട്. വലിയൊരു റൂഫ് ടോപ്പുള്ളത് അല്ലാത്തതുണ്ട് അവിടെ കൊറിയയിൽ. ഇവിടെ ഇതൊരു പ്രത്യേക സ്റ്റൈൽ, അമേരിക്കൻ സ്റ്റൈൽ തന്നെയാണ്. ടുഡേയ്സ് വെറൈറ്റീസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ചീക്ക് ചൂടാകുന്നുണ്ട്. കണ്ടോ, ബീൻസ് ഇട്ടിട്ടാണ്, മാഷ്ഡ് പൊട്ടറ്റോ ഇട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞാൽ അതൊക്കെ ചെയ്തു തരും. എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത്? പക്ഷേ ഇവിടെ ഒരു ആസ്വാദ്യകരമായ ഒരു സ്മെല്ല് വരുന്നില്ല കേട്ടോ. അതാണ് പ്രശ്നം. അവിടെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്, അതില്ല. എല്ലാം ഉണ്ട് ഇവിടെ, എല്ലാം ഉണ്ട്. സോസേജ്, ഹാംബർഗർ, ബർഗർ, ഫ്രൂട്ട്സ് ഇപ്പുറത്തുണ്ട്. പിസ്സ ഏത് വേണം ഇവിടെ ഉണ്ട്. ഫ്രൂട്ട്സ് ഏത് വേണം ഇവിടെ. കുക്കീസ്, ഉരുളക്കിഴങ്ങൊക്കെ പല വലുപ്പത്തിലുള്ള പൊമഗ്രാനൈറ്റ് ഉണ്ട്, മധുരക്കിഴങ്ങുണ്ട്, എല്ലാത്തരം ഉള്ളിയുണ്ട്, പിന്നെ ഇലക്കറികളെല്ലാം ഉണ്ട്. കപ്പയുണ്ട് അവിടെ, കപ്പ, തേങ്ങ, നേന്ത്രപ്പഴം, പച്ചക്കായ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, എല്ലാത്തരം കയറ്റം, മുള്ളങ്കി, ടേണിപ്സ്, സ്വീറ്റ് കോൺ, ഉള്ളി പലതരം, കിഴങ്ങ് പലതരം, ക്യാബേജ് പലതരം, കുക്കുംബർ പലതരം, വഴുതനങ്ങ പലതരം, ഫ്രൂട്ട്സ് പലതരം, ക്യാപ്സിക്കം പലതരം. ബെൽ പെപ്പർ എന്നവർ പറയും കേട്ടോ. ക്യാപ്സിക്കം നമ്മൾ പറയുന്നത്. ആപ്പിൾ ഏതൊക്കെ വേണം, ബീൻസ് ഏതൊക്കെ വേണം, മത്തങ്ങ ഏതൊക്കെ വേണം. ബീൻസൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ കാണാനേ ഇല്ല, ഇവിടെ ഇഷ്ടം പോലെ കാണുന്നു. ബീൻസ് ഇവരുടെ പ്രിയപ്പെട്ട ഇതാണ്. ഫ്രൂട്ട്സ് ഏതൊക്കെ വേണം, നൈസ്. മീറ്റ് ഏതൊക്കെ പീസ് വേണം അതൊക്കെ ഒരു തരുമ്പോൾ എന്താ, അതെല്ലാം ലോക്ക് വേണം. ആ കട്ടുകളൊക്കെ തരും. ടെൻഡർ ലോയിൻ വേണോ, കഴുത്തിൻ്റെ താഴെ വേണോ, വാരിയിലിൻ്റെ വെള്ളം വേണോ, ഉണ്ടോ വാരിയിലിൻ്റെ പീസ്, ഏതൊക്കെ എല്ലാം ഇവിടെ വേണം.
ചിക്കൻ്റെ ഏത് പാർട്ട് വേണം എല്ലാം ട്രൈ ചെയ്തു. ഹായ്, ഞാൻ നിർത്തുകയാണേ. ഞാൻ നിർത്താൻ പറ്റുന്നില്ല, എന്ത് ചെയ്യല്ലേ. നോക്കൂ, കാണുന്നത് നിർത്തുക. അതാ മിൻസ്ഡ് മീറ്റാണ്, മിൻസ്ഡ് മീറ്റ്. പിന്നെ ഈ വാരിയിൽ നിന്നൊക്കെ വരഞ്ഞെടുത്ത സാധനം വേറെ, വിങ്സ് വേറെയുണ്ട്, ടർക്കിയുടെ വിങ്സാണ്. പിന്നെ സോസേജുകൾ ഏതെല്ലാം രീതിയിലുള്ള സോസേജുകളാണോ അതൊക്കെ ഉണ്ട്. സ്വീറ്റ് ഇറ്റാലിയൻ ടർക്കി സോസേജ് ഉണ്ട്, മാപ്പിൾ ടർക്കി ബ്രേക്ക്ഫാസ്റ്റ് വിങ്സ് ഉണ്ട്. കംപ്ലീറ്റ് സോസേജ് കൊണ്ടൊരു കളിയാണ് കണ്ടോ. സോസേജ് ലെറ്റ്സ് ഇറ്റ്. ഇവിടെ നോക്ക് കണ്ടോ, ടർക്കിന് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം രീതിയിൽ.